KTU 2019 S5VC LICയുടെ ഫോർത്ത് മൊഡ്യൂളിൻ്റെ തിയറിയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ട്രിപ്പിൾ ഫൈവിൻ്റെ ആപ്ലിക്കേഷനായുള്ള അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ പ്ലസ് PLL. നെക്സ്റ്റ് ടോപ്പിക്കായിരുന്നു PLL, ഫേസ് ലോക്ക്ഡ് ലൂപ്പ്. PLLൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ക്ലാസ്സിൽ ഓൾറെഡി കഴിഞ്ഞതാണ്. ഇവിടെ PLLൻ്റെ കമ്പോണൻസ് ആണ് നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം PLLൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് ഡയഗ്രം ആരായിരുന്നു? നമ്മുടെ പേസ് ഡിറ്റക്ടർ ആയിരുന്നു. പേസ് ഡിറ്റക്ടർ മെയിൻലി രണ്ട് ടൈപ്പാണ് നമ്മൾ പറയുന്നത്. ഒന്ന് അനലോഗ് പേസ് ഡിറ്റക്ടറും, രണ്ട് ഡിജിറ്റൽ പേസ് ഡിറ്റക്ടറും. ഫസ്റ്റ് വണ്ണായിട്ടുള്ള അനലോഗ് പേസ് ഡിറ്റക്ടറാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു അനലോഗ് സ്വിച്ച് യൂസ് ചെയ്യുക. നമ്മുടെ പേസ് ഡിറ്റക്ടറിന് എത്ര ഇൻപുട്ടുണ്ട്? രണ്ടെണ്ണം. ഒന്ന് ഇൻപുട്ട് സിഗ്നലും ഒന്ന് VCOയുടെ ഔട്ട്പുട്ടും. ഈ ഇൻപുട്ട് സിഗ്നലും VCOയുടെ ഔട്ട്പുട്ടുമാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വേവ് ഫോമിലേക്ക് ഒന്ന് നോക്കിയാൽ VCOയുടെ ഔട്ട്പുട്ടാണ് ആദ്യം തന്നിരിക്കുന്നത്. രണ്ടാമത്തെ നമ്മുടെ ഇൻപുട്ട് VS ആണ്. രണ്ട് സിഗ്നലും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫേസ് ഡിഫറൻസിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന എറർ വോൾട്ടേജ് പോസിറ്റീവ് എറർ വോൾട്ടേജ് ആയിരിക്കും. 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണെങ്കിൽ കിട്ടുന്ന എറർ വോൾട്ടേജ് 0 ആയിരിക്കും. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണെങ്കിൽ കിട്ടുന്ന എറർ വോൾട്ടേജ് നെഗറ്റീവ് എറർ വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത്. നമുക്കറിയാം, നമ്മുടെ PLL പെർഫെക്റ്റ് ലോക്ക് ആവുന്ന കേസിൽ നമ്മുടെ എറർ വോൾട്ടേജ് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സിഗ്നലുകൾ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയിരിക്കും. ഇതൊന്ന് മൈൻഡിൽ വയ്ക്കുക, കാരണം നമുക്ക് ആപ്ലിക്കേഷൻ വരുമ്പോൾ ഇതാണ് നമുക്കൊരു കേസായിട്ട് വരുന്നത്. നെക്സ്റ്റ്, അടുത്ത പേസ് ഡിറ്റക്ടറിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് ഡിജിറ്റൽ പേസ് ഡിറ്റക്ടർ. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നിങ്ങളെല്ലാവരും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ചിരിക്കുന്ന ഗേറ്റിലുള്ള XOR ഗേറ്റാണ് തന്നിരിക്കുന്നത്. ഒന്ന് ഓർമ്മിച്ചാൽ മതി. XOR ഗേറ്റിൻ്റെ കൺസെപ്റ്റ് എന്താ? രണ്ട് ഇൻപുട്ടും ഡിഫറെൻ്റ് ആകുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് സിഗ്നൽ ഹൈ ആയിട്ട് വരിക. സോ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടും FS എന്ന് പറയുന്ന ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി, F0 VCOയുടെ ഔട്ട്പുട്ട്, രണ്ട് സിഗ്നലുകളും എപ്പോഴാണോ ഡിഫറെൻറ്റ് സ്റ്റേജ് വരുന്നത് അപ്പോഴായിരിക്കും നമ്മുടെ സിഗ്നലിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിട്ട് വരുന്നത്, XOറിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയി നിൽക്കുന്നത്. PLLൻ്റെ അടുത്ത കമ്പോണൻറ്റ് ലോ പാസ് ഫിൽറ്ററാണ്. ലോ പാസ് ഫിൽറ്റർ ആര് തന്നെയാണ്? നമ്മുടെ പ്രീവിയസ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത സെയിം ഇൻ്റഗ്രേറ്ററാണ്. ഇൻ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ് ടൈമിൽ നമ്മളത് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് PLLൻ്റെ ആപ്ലിക്കേഷനാണ്. നിങ്ങളോട് ഒന്നുകിൽ പറയും ഏതെങ്കിലും 3 ആപ്ലിക്കേഷൻ എഴുതാൻ പറയും. അതല്ലെങ്കിൽ അവർ ഫ്രീക്വൻസി സിന്തസൈസർ, ഫസ്റ്റ് ആപ്ലിക്കേഷനായുള്ള ഫ്രീക്വൻസി മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി സിന്തസൈസർ എപ്പോഴും തന്നെ ചോദിക്കുന്നതാണ്. ആ ഫിഗറിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. പേസ് കമ്പാരറ്റർ, ലോ പാസ്, ആംപ്ലിഫയർ, VCO, ഇത്രയും സ്റ്റേജ് ചേരുന്നതാണ് നിങ്ങളുടെ ബേസിക് PLLൻ്റെ ഡയഗ്രാം. ഇവിടെ ഞാൻ എക്സ്ട്രാ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു ഡിവൈഡർ നെറ്റ്വർക്ക് കണക്ട് ചെയ്തു. ഡിവിഷൻ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ നെറ്റ്വർക്കാണ് അതിൻ്റെ ഇടയിൽ കണക്ട് ചെയ്ത്. പേസ് കമ്പാരറ്ററിൻ്റെയും VCOയുടെയും ബിറ്റ്വീൻ ആയിട്ട് അങ്ങനെ നെറ്റ്വർക്ക് കണക്ട് ചെയ്തു. എന്ത് സംഭവിക്കും നോക്കിക്കേ. PLL പെർഫെക്റ്റ്ലി ലോക്ക് ആവുന്ന കേസിൽ ഫേസ് കമ്പാരറ്ററിൻ്റെ ഇൻപുട്ടിൽ പോയിരിക്കുന്ന രണ്ട് സിഗ്നലുകൾ ലോക്ക് ആവും. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന VCOയുടെ ഔട്ട്പുട്ടായിട്ടുള്ള F0നെ ഞാനൊരു ഡിവൈഡർ നെറ്റ്വർക്ക് കണക്ട് ചെയ്തു. സോ F0/N ആയില്ലേ? സോ ഈ ലോക്ക് ആവുന്ന സമയത്ത് FS = F0/N എന്ന് വരും. അതിൻ്റെ മീനിങ് എന്താ? F0 = N × FS. കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾ ഡിവൈഡ് ചെയ്തതിന് പകരം മൾട്ടിപ്ലിക്കേഷൻ നെറ്റ്വർക്ക് യൂസ് ചെയ്താൽ നമുക്ക് VCOയുടെ ഔട്ട്പുട്ടിൽ F0/, എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ഫ്രീക്വൻസി ട്രാൻസ്ലേഷനാണ്. ഫ്രീക്വൻസി ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് കമ്പാരറ്ററിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ VCOയുടെ ഔട്ട്പുട്ടിനെ ഒരു മിക്സർ സ്റ്റേജിൽ കൂടെയും ലോ പാസ് ഫിൽറ്റർ കൂടെയും കടത്തിവിടും. അതായത് മിക്സർ സ്റ്റേജിലേക്ക് FSഉം നമ്മുടെ F0യും കൂടി മിക്സ് ചെയ്യും. അപ്പോൾ മിക്സറിൻ്റെ ഔട്ട്പുട്ടിൽ അതിൻ്റെ സമ്മും കിട്ടും, ഡിഫറൻസും കിട്ടും. ലോ പാസ് ഫിൽറ്റർ എന്ത് ചെയ്യും? അതിൻ്റെ F0 - FSനെ മാത്രമായിരിക്കും പാസ് ചെയ്തിട്ടുണ്ടാവുക. ഇനി നോക്കൂ, നമ്മുടെ പെർഫെക്റ്റ്ലി PLL ലോക്ക് ആവുന്ന കേസിൽ F1 = F0 - FS എന്ന് വരും. ദാറ്റ് മീൻസ് F1 = F0 - FS. ദാറ്റ് മീൻസ് F0 = FS + F1 ആയില്ലേ? ഇതാണ് ഫ്രീക്വൻസി ട്രാൻസ്ലേഷൻ്റെ കൺസെപ്റ്റ്. തേർഡ് കൺസെപ്റ്റാണ് AM ഡിറ്റക്ഷൻ. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ പേസ് ഡിറ്റക്ടറിൻ്റെ ആദ്യം ഞാൻ ഒരു കൺസെപ്റ്റ് പറഞ്ഞില്ലേ. PLL ലോക്ക് ആവുന്ന കേസിൽ എറർ വോൾട്ടേജ് 0 ആവും. ആ സമയത്ത് ഫേസ് ഷിഫ്റ്റ് 90 ആയിരിക്കും. ഇനി ഇവിടെ നോക്കൂ, AM എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കറിയാം, ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലാണ്. അതായത് മെസ്സേജ് സിഗ്നലും ക്യാരിയറും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്ത് നമ്മൾ അയച്ച സിഗ്നലിനെയാണ് നമ്മുടെ AM സിഗ്നൽ എന്ന് പറയുന്നത്. ഈ AM ആണ് നമ്മൾ AMൻ്റെ ഡിമോഡുലേഷനാണ് പറയുന്നത്. അപ്പോൾ ഈ AM ഇൻപുട്ടാണ് നമ്മുടെ PLLലേക്ക് കൊടുത്തിരിക്കുന്നത്. PLL എന്താ ചെയ്യുന്നത്? PLL ആ AM സിഗ്നലിൻ്റെ ഫ്രീക്വൻസീനെയാണ് ലോക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ VCOയുടെ ഔട്ട്പുട്ടിൽ അപ്പോൾ എന്തുണ്ടാവും? നമ്മുടെ AM സിഗ്നലിൻ്റെ സെയിം ഫ്രീക്വൻസി തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മുടെ ഫേസ് ഡിറ്റക്ടറിലേക്ക് ഈ AM സിഗ്നലിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞു PLLൻ്റെ
അതായത് ഔട്ട്പുട്ട്, അതായത് വി സിയുടെ ഔട്ട്പുട്ടിൽ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി സെയിം തന്നെയായിരിക്കും, എ എമ്മിൻ്റെ ഫ്രീക്വൻസി തന്നെയായിരിക്കും ലോക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫേസ് ഷിഫ്റ്റ് 90 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം PLL ലോക്ക് ആവുന്ന സമയത്ത് ഫേസ് ഷിഫ്റ്റ് 90 ഡിഗ്രി ആയിരിക്കും. ഇത് അവോയ്ഡ് ചെയ്യാനാണ് ആ ഇൻപുട്ടിൽ തന്നെ കണ്ടോ ഫേസ് ഡിറ്റക്റ്റിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേസ് ഡിറ്റക്റ്റിൻ്റെ ഇൻപുട്ടിലേക്ക് ചെന്നിരിക്കുന്നത് വി സിയുടെ ഔട്ട്പുട്ടും ആ ഫേസ് ഷിഫ്റ്റിൻ്റെ ഔട്ട്പുട്ടും കൂടിയാണ് നമ്മൾ ഫേസ് ഡിറ്റക്റ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫേസ് ഡിറ്റക്റ്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫേസ് ഡിറ്റക്റ്റിൻ്റെ ഇൻപുട്ട്സ് സെയിം ഫ്രീക്വൻസി തന്നെയല്ലേ വന്നിരിക്കുന്നത്. പക്ഷേ എന്തുണ്ടാവും, ഡിഫറൻസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡിൽ ഡിഫറൻസ് ഉണ്ടാവും. സോ എറർ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, ആ ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ആണ് നമുക്ക് എറർ വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഡീമോഡുലേറ്റഡ് ഔട്ട്പുട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ലാസ്റ്റ് FM ആണ്. FM ഡിറ്റക്ഷനാണ്. FM ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടിൽ നമ്മുടെ സാധാരണ PLL FM സിഗ്നലിനെയല്ലേ ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വി സിയുടെ ഔട്ട്പുട്ടിൽ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി സിഗ്നലായിരിക്കും നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ സാധാരണ PLLൻ്റെ വർക്കിംഗ് തന്നെയല്ലേ FM ഡിറ്റക്ഷനിൽ അപ്പോൾ വരുന്നത്. PLL നമ്മുടെ FM സിഗ്നലിനെ ലോക്ക് ചെയ്യും. സോ അതാണ് FM ഡിമോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ പറയുന്നത്. ഇൻപുട്ട് സ്പീക്കർ നോക്കിയാൽ മനസ്സിലാവും FS F0 ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എറർ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരിയറിനെ ലോക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എറർ വോൾട്ടേജ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാധനം. ഈ ലാസ്റ്റ് പേജിൽ നമ്മുടെ ഒരു PLLൻ്റെ IC തന്നിട്ടുണ്ട്. PLL IC 565. അതിൻ്റെ പിൻ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. അതൊരു 14 പിൻ IC ആണ്. PLLൻ്റെ 565 IC ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാം. ഇനി ലാസ്റ്റ് ടോപ്പിക്ക് NE555 ആണ്. നിങ്ങൾക്കറിയാം ഈ മൊഡ്യൂളിലാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 555ൻ്റെ 2 ആപ്ലിക്കേഷൻസ് കവർ ചെയ്തത്. അത് ഏതൊക്കെയായിരുന്നു 555ൻ്റെ ആപ്ലിക്കേഷൻ? ഒന്ന് അസ്റ്റേബിളും മോണോസ്റ്റേബിളും. അത് പഠിച്ച് നിങ്ങൾക്ക് ഇനി വീണ്ടും 555ൻ്റെ ഇൻറ്റേർണൽ ഡയഗ്രാം പറയേണ്ട ആവശ്യമില്ല. കാരണം ഇൻറ്റേർണൽ ഡയഗ്രത്തിൽ വേറെ 1-2 കമ്പോണൻസ് ആഡ് ചെയ്തപ്പോഴാണ് നമ്മളതിനെ അസ്റ്റേബിളും മോണോസ്റ്റേബിളും ആയിട്ട് യൂസ് ചെയ്തത്. ഈ 555ന് പിൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഒരു 8 പിൻ IC ആണ് അതിൻ്റെ ഇൻറ്റേർണൽ ഡയഗ്രാം തന്നിരിക്കുന്നത്. എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്? 2 കമ്പാരറ്റർ ഉണ്ട്, ഒരു ഡിസ്ചാർജ് ട്രാൻസിസ്റ്റർ ഉണ്ട്, ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ദെൻ നമ്മുടെ പവർ ആംപ്ലിഫയർ. എല്ലാ സ്റ്റേജിൻ്റെയും പോലെ ലാസ്റ്റ് സ്റ്റേജ് ഒരു പവർ ആംപ്ലിഫയർ സ്റ്റേജും ഉണ്ട്. ഇത്രയാണ് ബേസിക് ആൾക്കാർ. ഇനി 3 5K റെസിസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ സപ്ലൈനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 555ൻ്റെ IC എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. പിന്നെ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിച്ചിരിക്കുന്ന അസ്റ്റേബിളിൻ്റെ മോണോസ്റ്റേബിളിൻ്റെ ഡെറിവേഷൻസ് ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. PLLൻ്റെ ക്ലാസ്സിൽ ചെയ്തിരിക്കുന്ന ഡെറിവേഷൻസ് പഠിക്കുക. അതിൻ്റെ കൂടെ ഈ തിയറി കൂടി ഒന്ന് നോക്കി വയ്ക്കുക.